ഒരു വൈദികൻ ക്രൈസ്തവ വിരുദ്ധ സിനിമകൾക്കെതിരെ ശബ്ദിക്കുന്നവരെ ക്രിസംഗി എന്ന് വിളിച്ച സംഭവം 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വൈദികന് വീരപരിവേഷം നൽകി വാർത്തകളിറക്കി. എറണാകുളം അങ്കമാലി രൂപതയിലെ ഒരു പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയുടെ ഇടയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ യുവ വൈദികൻ ക്രൈസ്തവർക്ക് ഒരു പുതിയ പേര് ക്രിസംഗി ലഭിച്ചിരിക്കുന്നു എന്ന് പരാമർശിച്ചത്. മാത്രമല്ല, അൾത്താരയിൽ വെച്ച് തന്നെ ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് കേരള സഭയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പരോക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വൈദികൻ. ഈശോ സിനിമ വിവാദത്തിൽ ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന സഭയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനും നേരെ എതിരാളികൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന അതേ ആരോപണങ്ങൾ തന്നെ പരിപാവനമായ അൾത്താരയിൽ നിന്ന് പരിഹാസ രൂപേണ ആവർത്തിക്കാനും അദ്ദേഹം മറന്നില്ല. കേരള സഭയിൽ കുറച്ചു കാലമായി കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് സഭയെടുക്കുന്ന എന്ത് നിലപാടുകൾക്കുമെതിരെ തീർത്തും വിരുദ്ധമായ നിലപാടുകളുമായി ചില വൈദികർ പ്രത്യക്ഷപ്പെടുക. അവരിൽ വളരെ അനുഭവ സമ്പത്തുള്ളവരും പ്രായമേറിയവരും ഉണ്ട്. ചിലർ പല ഉന്നത പദവികൾ വഹിച്ചവരുമാണ്. പക്ഷേ ഇന്ന് അവർ ചെയ്യുന്നത് എന്താണ്? ലവ് ജിഹാദ് എന്ന പ്രണയക്കെണിയിലൂടെ നൂറുകണക്കിന് പെൺകുട്ടികൾ മതം മാറ്റപ്പെടുകയും അവരിൽ ചിലർ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുക പോലും ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭ പലതവണ പറഞ്ഞിട്ടും മുമ്പ് പറഞ്ഞ വൈദികരിൽ ചിലർ തുടർച്ചയായി ചാനൽ ചർച്ചകളിലും യൂട്യൂബ് ചാനൽ ചർച്ചകളിലും പങ്കെടുത്ത് ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന് മറ്റാർക്കോ വേണ്ടി ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 80-20 വിഷയത്തിലും ഇവരിൽ പലരുടെയും അഭിപ്രായ പ്രകടനങ്ങൾ സഭയുടെ നിലപാടുകൾക്ക് തീർത്തും വിപരീതമായിരുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭ കൂട്ടായി ഒരു തീരുമാനമെടുത്താൽ അതിനടുത്ത ദിവസങ്ങളിൽ സഭയെടുത്ത തീരുമാനങ്ങൾക്കെതിരെ പരസ്യ പ്രസ്താവനകളുമായി ഇവരിൽ പലരും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഇതിനിടയിലാണ് ഈശോ എന്ന പേര് ഒരു സിനിമയ്ക്ക് നാദിർ ഷാ എന്ന സംവിധായകൻ നൽകിയതിനെതിരെ കേരളം മുഴുവൻ പ്രതിഷേധ സ്വരങ്ങൾ അലയടിച്ചത്. അതിനടുത്ത ദിവസങ്ങളിൽ പതിവ് പോലെ ഈ വൈദികർ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലുകളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ആ വിഷയത്തിൽ സഭയുടെ നിലപാടുകൾക്ക് വിപരീതമായ നിലപാടുകളുമായി പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി. ക്രൈസ്തവ വിരുദ്ധരായ സിനിമാക്കാരുടെ ഭാഷ തന്നെയായിരുന്നു ചാനലുകൾക്ക് അഭിമുഖം നൽകിയ ഈ വൈദിക ഗണത്തിലെ ചിലരുടെയും അഭിപ്രായം. ചുരുക്കി പറഞ്ഞാൽ, ഈശോ എന്ന പേരോ ക്രൈസ്തവ വിശ്വാസികൾ പാവനമായി കാണുന്ന ഒരു ചിത്രമോ കച്ചവട താല്പര്യത്തോടെ ഒരു സിനിമയിൽ ഉപയോഗിച്ചതിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസത്തിന് ഒന്നും സംഭവിക്കില്ലെന്നും അങ്ങനെ ചെയ്യാൻ ഒരു കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്നുമാണ് അവർ അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല, ഈശോ എന്ന പേര് നൽകിയതിനെതിരെ പ്രതിഷേധിക്കുന്ന ക്രൈസ്തവർ സമൂഹത്തിൽ വർഗീയതയും വിഭജനവും സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണവും അവർ ഉന്നയിക്കുന്നു. അങ്ങനെ മുഖ്യധാരാ ചാനലുകളിലും ഓൺലൈൻ ചാനൽ അഭിമുഖങ്ങളിലും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി സഭയുടെ പ്രതിഷേധങ്ങളുടെ മുനയൊടിക്കാൻ ശ്രമിക്കുന്നു. അൾത്താരയിൽ നിന്ന് ഒരു വൈദികൻ പറയേണ്ടത് ക്രിസ്തു മതത്തിന് അപ്പുറം പോയി മനുഷ്യനാകണമെന്നൊക്കെയുള്ള വൈറലാകാനുള്ള വായ്ത്താരികളല്ല, മറിച്ച് കർത്താവിനെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഈ സഭയുടെ തനിമയെക്കുറിച്ചും അനന്യതയെക്കുറിച്ചുമാണ്. ഈശോയുടെ തിരുനാമത്തെ അവഹേളിക്കുന്ന രീതിയിൽ സിനിമകൾ ഇറക്കുന്നതും യേശുവിനെ കേശുവെന്ന് വിളിക്കുന്നതും കന്യകാമാതാവിന്റെ മടിയിൽ ഈശോയുടെ ശരീരം കിടത്തിയിരിക്കുന്ന വിസ്തൃത ശില്പത്തെ അനുകരിക്കുന്ന ചിത്രത്തിന് ചേരയെന്ന് പേര് കൊടുത്തിരിക്കുന്നതുമൊക്കെ കാണുമ്പോൾ ഒരു വൈദികന്റെ ഉള്ളു പൊള്ളുന്നതിന് പകരം ആവിഷ്കാര സ്വാതന്ത്ര്യക്കാരോട് അനുഭാവവും ഇതൊക്കെ കണ്ട് ചങ്ക് പൊട്ടുന്നവരോട് പുച്ഛവുമാണ് തോന്നുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് എന്തോ സാരമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം ദുർമാതൃകകൾ കേരള സഭയിൽ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ മതിയാകൂ. അൾത്താരയിൽ കയറി നിന്ന് ഒരു വൈദികൻ ചില മധുരമായ വാക്കുകൾ പറഞ്ഞപ്പോൾ അത് കേട്ട് സഭയ്ക്കെതിരെ തിരിഞ്ഞ പുരോഗമന ക്രൈസ്തവരോട് ഒന്നു മാത്രമേ വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളൂ. അവരും അവരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നവരും നിങ്ങളെ വീണ്ടും കഴുത കളിപ്പിക്കുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി നിങ്ങൾ കയറുമെടുത്ത് ഓടുന്നു. അത് കണ്ട് അവരും അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നവരും ഊറിച്ചിരിക്കുന്നു.
നിങ്ങൾ കാണിക്കുന്ന അവിവേകം കണ്ട് സത്യം അറിയാവുന്നവർ മനം നൊന്ത് കരയുന്നു. ഒപ്പം സഭയും സഭയുടെ നാഥനും.